ഇലവൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിയറീസ് നമുക്ക് നോക്കാം. ഇലവൻ്റെ കഥാപാത്രം രൂപപ്പെടാൻ ഏറ്റവും വലിയ കാരണം CIA രഹസ്യമായി നടത്തിയ MK അൾട്ര എന്ന് പറഞ്ഞ പരീക്ഷണങ്ങളാണ്. ഇതിൽ പരീക്ഷണത്തിന് ഇരയായ ഒരാളായിരുന്നു ടെറി ഐസ് അഥവാ ഇലവൻ്റെ അമ്മ. അടുത്തത് ദ മോണ്ടോക്ക് ബോയ്സ്. മോണ്ടോക്ക് പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തവരാണ് ദ മോണ്ടോക്ക് ബോയ്സ്. മോണ്ടോക്ക് ലാബിലെ പരീക്ഷണങ്ങൾക്ക് ഇരയാണെന്ന് അവകാശപ്പെടുന്ന പല വ്യക്തികളും പറയുന്നുണ്ട്. ആളെ കുട്ടിക്കാലത്ത് തട്ടിക്കൊണ്ടുപോയി അവിടെ പാർപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവരൊരു കസേരയിലിരുത്തി അവരുടെ സൈക്കിക് എബിലിറ്റി പുറത്തോട്ട് കൊണ്ടുവരാനും ദൂരത്തുള്ള വസ്തുക്കൾ കാണാനും നീക്കാനും പരിശീലിപ്പിച്ചു. അടുത്തത് തികച്ചും സാങ്കല്പികമായ ഒരു കഥാപാത്രം സ്റ്റീഫൻ കിങ്ങിൻ്റെ ചാർലി. യഥാർത്ഥ വ്യക്തികൾക്ക് പുറമെ സാഹിത്യലോകത്തെ ഒരു കഥാപാത്രവും ഇലവനെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രശസ്ത എഴുത്തുകാരൻ സ്റ്റീഫൻ കിങ്ങിൻ്റെ ഫയർ സ്റ്റാർട്ടർ എന്ന നോവലിലെ ചാർലി എന്ന പെൺകുട്ടി. ചാർലിയുടെ മാതാപിതാക്കളും ഇതുപോലെ ഒരു സർക്കാർ പരീക്ഷണത്തിന് ഇരയായവരാണ്. അതിൻ്റെ ഫലമായി ചാർലിക്ക് മനസ്സുകൊണ്ട് തീ നിയന്ത്രിക്കാനുള്ള ശക്തി ലഭിച്ചു. ഇലവൻ്റെ രൂപവും അവളുടെ ശക്തികളും ചാർലിയുമായി വലിയ സാമ്യമുള്ളവയാണ്. അടുത്തത് റഷ്യൻ സൈക്കിക്സ്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ഇത്തരം മനോശക്തിയുള്ള വ്യക്തികളെ ഉപയോഗിച്ച് ചാരപ്പണി നടത്തിയിരുന്നു എന്ന് അമേരിക്ക ഭയപ്പെട്ടിരുന്നു. റഷ്യൻ ലാബുകളിൽ വളർത്തപ്പെട്ട അമാനുഷിക ശക്തിയുള്ള കുട്ടികളെക്കുറിച്ചുള്ള രഹസ്യരേഖകൾ ഇലവൻ്റെ കഥാപാത്രത്തിന് ഒരു ആഗോള പശ്ചാത്തലം നൽകാൻ സഹായിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇലവൻ എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, മറിച്ച് 70കളിലും 80കളിലും ഭീതിപ്പെടുത്തുന്ന സർക്കാർ പരീക്ഷണങ്ങളുടെയും നിഗൂഢ കഥകളുടെയും ഒരു ഒത്തുചേരലാണ്.